നിത്യജീവിതത്തിൽ ഒരുപാട് ബില്ലുകൾ അടയ്ക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ഉദാഹരണത്തിന് കാറ്, ബൈക്ക് എന്നിവയുടെ എല്ലാം ഇൻഷുറൻസ്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, ആമസോൺ പ്രൈം സബ്സ്ക്രിപ്ഷൻ, കേബിൾ TV ബില്ല്, ഫോൺ ബില്ല് ഇവയെല്ലാം ഏതൊക്കെ ഡേറ്റുകളിലാണ് എക്സ്പയർ ആകുന്നതെന്ന് ഓർത്തു വെക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ മൈക്രോസോഫ്റ്റ് എക്സലിൽ എക്സ്പയർ ആകുന്ന ഡേറ്റുകൾ നമുക്ക് റിമൈൻഡർ നോട്ടിഫിക്കേഷൻ തരുന്നതിന് വേണ്ടി ഡ്യൂ ഡേറ്റ് റിമൈൻഡർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം. ഈ കൊടുത്തിരിക്കുന്ന എക്സൽ വർക്ക്ഷീറ്റിൽ ഡെമോയ്ക്ക് വേണ്ടി ഒരു മെഡിക്കൽ ഷോപ്പിലെ മെഡിസിൻ നെയിം എൻ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെല്ലിൽ മെഡിസിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഓരോ മെഡിസിനും എത്ര മാസമാണ് വാലിഡിറ്റി എന്നുള്ളത് മന്ത്സ് എന്നുള്ള ഈ ഒരു കോളത്തിൽ ഞാൻ എൻട്രി ചെയ്തു. ഈ ഒരു ഡാറ്റ ബേസ് ചെയ്ത് ഓരോ മെഡിസിനും ഏത് ദിവസമാണ് എക്സ്പയറി ആകുന്നതെന്നും എക്സ്പയർ ആയതാണെങ്കിൽ എത്ര ദിവസമായി എക്സ്പയർ ആയിട്ടെന്നും എക്സ്പയറി ആവുന്നതിന് എത്ര ദിവസം ബാലൻസ് ഉണ്ടെന്നും റിമൈൻഡർ എന്നുള്ള ഈ ഒരു കോളത്തിൽ എക്സ്പയർഡ് ആയ മെഡിസിൻ ആണെങ്കിൽ എക്സ്പയർഡ് എന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ എക്സ്പയർ ആകുന്ന മെഡിസിൻ ആണെങ്കിൽ എക്സ്പയറിങ് സൂൺ എന്നുള്ള നോട്ടിഫിക്കേഷനും ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി മൈക്രോസോഫ്റ്റ് എക്സലിൽ ഡ്യൂ ഡേറ്റ് റിമൈൻഡർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഈ ഒരു ഡാറ്റയിൽ നമുക്ക് ആദ്യം കണ്ടെത്തേണ്ടത് മാനുഫാക്ചറിങ് ഡേറ്റും വാലിഡ് മന്തും ബേസ് ചെയ്ത് എക്സ്പയറി ഡേറ്റ് കണ്ടെത്തുന്നതിന് വേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈക്വൽസ് ടു ഈ ഡേറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ, സ്റ്റാർട്ട് ഡേറ്റ് എന്നുള്ള സ്ഥലത്ത് മാനുഫാക്ചറിങ് ഡേറ്റ് എൻ്റർ ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു, കോമ, മന്ത്സ് എന്നുള്ള സ്ഥലത്ത് മന്ത് എൻ്റർ ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ്. ഒരു ദിവസം മുമ്പുള്ള ഡേറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി -1 എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം എൻ്റർ എന്ന് കൊടുക്കുന്ന സമയത്ത് മാനുഫാക്ചറിങ് ഡേറ്റിനോടൊപ്പം 3 മാസം ആഡ് ചെയ്ത ശേഷമുള്ള എക്സ്പയറി ഡേറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. താഴെ സെല്ലുകളിലും വാല്യൂ എടുക്കുന്നതിന് വേണ്ടി ഈ ഒരു കോർണർ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് കണ്ടെത്തേണ്ടത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന എക്സ്പയറി ഡേറ്റ് ബേസ് ചെയ്ത് ഡേയ്സ് ലെഫ്റ്റ് എന്നുള്ള ഈ ഒരു സെല്ലിൽ ഇന്നത്തെ ദിവസത്തേക്ക് എത്ര ഡേയ്സ് ബാലൻസ് ഉണ്ടെന്നറിയണം. ഇന്നത്തെ ഡേറ്റ് എന്നുള്ളത് 20/4/2023 ആണ്. ഡേയ്സ് ലെഫ്റ്റ് എന്ന കോളത്തിലെ ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്തു, ഈക്വൽസ് ടു എക്സ്പയറി ഡേറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു, മൈനസ് ഇന്നത്തെ ഡേറ്റിന് വേണ്ടി ടുഡേ, ബ്രാക്കറ്റ് ഓപ്പൺ, ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ. ഡേറ്റ് ഫോർമാറ്റിലാണ് ഈ ഒരു വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നത്. നമ്പറിംഗ് ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ഭാഗത്ത് ജനറൽ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഫസ്റ്റ് സെല്ലിൽ 9 ഡേയ്സ് എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. താഴെ സെല്ലിലും ഡേയ്സ് ലെഫ്റ്റ് എടുക്കുന്നതിന് വേണ്ടി ഈ ഒരു കോർണർ ഡബിൾ ക്ലിക്ക് ചെയ്തു. അടുത്തതായി റിമൈൻഡർ എന്നുള്ള കോളത്തിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഡേയ്സ് ലെഫ്റ്റ് എന്നുള്ള കോളത്തിൽ 0ക്ക് താഴെയാണെങ്കിൽ എക്സ്പയർഡ് എന്നും 7 ദിവസത്തിനുള്ളിലാണ് വാല്യൂ വരുന്നതെങ്കിൽ എക്സ്പയറിങ് സൂൺ എന്നും 7 ദിവസത്തിൽ കൂടുതലുള്ളത് നോർമൽ, നമുക്ക് പ്രത്യേകിച്ചൊന്നും ഡിസ്പ്ലേ ചെയ്യാതിരിക്കാൻ ബ്ലാങ്ക് എന്നും ഡിസ്പ്ലേ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സെല്ല് ഞാൻ സെലക്ട് ചെയ്തു, ഈക്വൽസ് ടു ഈ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ, ഡേയ്സ് ലെഫ്റ്റ് എൻ്റർ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്തു. ഈ ഒരു സെല്ലിലെ വാല്യൂ 0ത്തേക്കാൾ താഴെയാണെങ്കിൽ നമുക്ക് എക്സ്പയർഡ് എന്ന് ഡിസ്പ്ലേ ചെയ്യണം. അതിനുവേണ്ടി (0), കോമ, എക്സ്പയർഡ് എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഡബിൾ കോട്ട്, എക്സ്പയർഡ്, ഡബിൾ കോട്ട്, കോമ, ഒരിക്കൽ കൂടെ ഈ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ, ഡേയ്സ് ലെഫ്റ്റ് എന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈ ഒരു സെല്ലിലെ വാല്യൂ 7 ദിവസത്തിനുള്ളിലാണെങ്കിൽ എക്സ്പയറിങ് സൂൺ എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി (7), കോമ, ഡബിൾ കോട്ട്, എക്സ്പയറിങ് സൂൺ, ഡബിൾ കോട്ട്, കോമ. 7 ദിവസത്തിൽ കൂടുതലാണ് വാല്യൂ എന്നുണ്ടെങ്കിൽ
ബ്ലാങ്ക് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഡബിൾ കോട്ട് ബ്രാക്കറ്റ് ക്ലോസ്, ഒരിക്കൽ കൂടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എൻ്റർ എന്ന് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ബ്ലാങ്ക് എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. 7 ദിവസത്തിൽ കൂടുതലായതുകൊണ്ടാണ് ഈ ഒരു സെല്ലിൽ ബ്ലാങ്ക് എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത്. താഴെ സെല്ലുകളിൽ വാല്യൂ എടുക്കുന്നതിന് വേണ്ടി ഈ ഒരു കോർണർ ഞാൻ താഴേക്ക് ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. മൈനസ് വാല്യൂ ഉള്ള സ്ഥലങ്ങളിലെല്ലാം എക്സ്പയർഡ് എന്നും 7 ദിവസത്തിനുള്ളിലെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം എക്സ്പയറിംഗ് സൂൺ എന്നും ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. മാനുഫാക്ചറിംഗ് ഡേറ്റ് എന്നുള്ള ഈ ഒരു സെല്ലിൽ ഡേറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഡേയ്സ് ലെഫ്റ്റ് എന്നുള്ള ഈ ഒരു സെല്ലിലെ വാല്യൂ ചേഞ്ച് ആവുന്നതും ആ ഒരു ഡാറ്റ ബേസ് ചെയ്ത് റിമൈൻഡർ എന്നുള്ളത് അപ്ഡേറ്റ് ആയി വരുന്നതും കാണാം. അടുത്തതായി എക്സ്പയർഡ് ആയിരിക്കുന്ന മെഡിസിൻ നെയിമിൻ്റെ റോകളെല്ലാം മറ്റൊരു കളറിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഡാറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് സെലക്ട് ചെയ്ത് താഴെ ന്യൂ റൂൾ എന്നുള്ളത് സെലക്ട് ചെയ്തു. ന്യൂ ഫോർമാറ്റിംഗ് റൂൾ എന്നുള്ള ഈ ഒരു വിൻഡോയിൽ യൂസ് എ ഫോർമുല ടു ഡിറ്റർമൈൻ വിച്ച് സെൽസ് ടു ഫോർമാറ്റ് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. ഫോർമുല എൻട്രി ചെയ്യേണ്ട ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് ഈക്വൽസ് ടു റിമൈൻഡർ എന്ന കോളത്തിലെ ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് കാണുന്ന ഡോളർ സൈൻ ഞാൻ റിമൂവ് ചെയ്തു. നമ്പറിന് ശേഷം ഈക്വൽസ് ടു ഡബിൾ കോട്ട് എക്സ്പയർഡ് ഡബിൾ കോട്ട് ഫോർമാറ്റ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. ഫോർമാറ്റ് സെൽസ് എന്നുള്ള ഈ ഒരു വിൻഡോയിൽ ഫിൽ എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ലൈറ്റ് യെല്ലോ കളർ സെലക്ട് ചെയ്തു. ഫോണ്ട് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് സെലക്ട് ചെയ്ത് കളേഴ്സ് എന്നുള്ള ഭാഗത്ത് ഞാൻ റെഡ് കളർ സെലക്ട് ചെയ്തു. ഈ ഒരു വിൻഡോ ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഈ ഒരു വിൻഡോയിലും ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എക്സ്പയർഡ് ആയിരിക്കുന്ന മെഡിസിൻ നെയിമിൻ്റെ റോകളെല്ലാം സെൽ കളറ് യെല്ലോയും ടെക്സ്റ്റ് റെഡ് കളറിലും ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഇതുപോലെ എക്സ്പയറിംഗ് സൂൺ എന്നുള്ളത് മറ്റൊരു കളറിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ഡാറ്റകളെല്ലാം സെലക്ട് ചെയ്തു. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്നുള്ള ഈ ഒരു ഭാഗത്തെ ന്യൂ റൂൾ എന്നുള്ളത് സെലക്ട് ചെയ്തു. ന്യൂ ഫോർമാറ്റിംഗ് റൂൾ എന്നുള്ള ഈ ഒരു ഭാഗത്ത് യൂസ് എ ഫോർമുല ടു ഡിറ്റർമിൻ വിച്ച് സെൽസ് ടു ഫോർമാറ്റ് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. ഫോർമുല എൻട്രി ചെയ്യേണ്ട ഈ ഒരു ഭാഗത്ത് ഈക്വൽസ് ടു റിമൈൻഡർ എന്നുള്ള സെല്ലിലെ ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു ഭാഗത്ത് ഡോളർ സൈൻ റിമൂവ് ചെയ്തു. നമ്പറിന് ശേഷം ഈക്വൽസ് ടു ഡബിൾ കോട്ട് എക്സ്പയറിംഗ് സൂൺ ഡബിൾ കോട്ട് ഫോർമാറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഫിൽ എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് മോർ കളർ എന്നുള്ളത് സെലക്ട് ചെയ്ത് ഞാനൊരു ലൈറ്റ് ഗ്രീൻ കളർ സെലക്ട് ചെയ്തു. ശേഷം താഴെ ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഈ ഒരു വിൻഡോയിലും ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എക്സ്പയറിംഗ് സൂൺ എൻട്രി ചെയ്തിരിക്കുന്ന മെഡിസിൻ നെയിമിൻ്റെ റോകളെല്ലാം ഗ്രീൻ കളറിൽ ഡിസ്പ്ലേ ചെയ്യുന്നതായിട്ട്. മാനുഫാക്ചറിംഗ് ഡേറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഡേയ്സ് ലെഫ്റ്റ് ബേസ് ചെയ്ത് റിമൈൻഡർ എന്നുള്ള കോളത്തിൽ വാല്യൂ അപ്ഡേറ്റ് ആയി വരുന്നതും ആ ഒരു വാല്യൂ ബേസ് ചെയ്ത് കളർ മാറി വരുന്നതും കാണാം. മൈക്രോസോഫ്റ്റ് എക്സലിൽ എക്സ്പയറി ഡേറ്റ് ബേസ് ചെയ്ത് ഡ്യൂ ഡേറ്റ് റിമൈൻഡർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ. എക്സലിനെ കുറിച്ചുള്ള മലയാളം ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.